പാർവതി പോകാൻ വേണ്ടി ബാഗ് പാക്ക് ചെയ്യുകയാണ്. വിഷമവും സങ്കടവും എല്ലാം പറഞ്ഞാണ് ബാഗ് പാക്ക് ചെയ്യുന്നത്. ഇതെല്ലാം വിൻഡോയിലൂടെ നോക്കി നിൽക്കുന്ന അരുന്ധതി കാണുന്നു. അരുന്ധതി എന്തിനായിരിക്കും ബാഗ് പാക്ക് ചെയ്യുന്നതെന്ന് ആലോചിച്ച് നിൽക്കുകയാണ്. ആ സമയം അവിടേക്ക് രാഘവൻ വരുന്നു. രാഘവൻ പാർവതിയോട് സാറും പാർവതിയും തമ്മിൽ എന്താണ് പ്രശ്നമെന്ന് ചോദിക്കുന്നു. സാറുമായുള്ള പ്രശ്നം എന്താണെന്ന് പറയാതെ മടിച്ചു നിൽക്കുന്ന പാർവതിയോട് എന്ത് പ്രശ്നമാണെങ്കിലും സൊല്യൂഷൻ ഞാൻ കണ്ടുപിടിച്ച് സാറിന്റെ ദേഷ്യം മാറ്റാമെന്ന് രാഘവൻ വാക്കു കൊടുക്കുന്നത് കേൾക്കുന്ന പാർവതി എയർപോർട്ടിൽ വെച്ച് മഹേന്ദ്രനെ ആദ്യം കണ്ടത് മുതലുള്ള എല്ലാ കാര്യങ്ങളും പറയുന്നു. അതെല്ലാം അരുന്ധതിയും കേൾക്കുന്നുണ്ട്. അവസാനം പാർവതി രാഘവനെ നോക്കുമ്പോൾ രാഘവൻ ബോധം കെട്ട് തറയിൽ കിടക്കുന്നത് കാണുന്ന പാർവതി രാഘവന്റെ മുഖത്ത് വെള്ളം ഒഴിക്കുമ്പോൾ രാഘവൻ കണ്ണു തുറക്കുന്നു. രാഘവൻ പാർവതിയോട് സാറിന്റെ കണ്ണിൽ നോക്കി സംസാരിക്കാൻ പോലും എല്ലാവർക്കും പേടിയാണ്. ആ സാറിനോടാണ് നീ വഴക്ക് കൂടുകയും ഭീഷണിപ്പെടുത്തുകയും ചെയ്തത്. ഞാനായത് കൊണ്ടാണ് ഇത്രയും കേട്ട് ഇങ്ങനെ നിന്നത്. വേറെ ആരെങ്കിലും കേട്ടിരുന്നെങ്കിൽ ഇപ്പോൾ തന്നെ ജീവൻ പോയേനെ എന്ന് പറഞ്ഞിട്ട് പോകുന്നതിന് മുമ്പ് സാറിന്റെ സൈൻ വാങ്ങിയിട്ട് പോകാൻ രാഘവൻ പറയുമ്പോൾ എന്നോടുള്ള ദേഷ്യം ഉള്ളത് കൊണ്ട് സാറ് സൈൻ ചെയ്ത് തരില്ല എന്ന് പറയുന്നത് കേൾക്കുന്ന രാഘവൻ സാറിന്റെ അടുത്തേക്ക് പോകാൻ പാർവതി നിർബന്ധിക്കുകയാണ്. അതെല്ലാം കേൾക്കുന്ന അരുന്ധതി മഹേന്ദ്ര ഒരിക്കലും പാർവതിക്ക് സൈൻ ചെയ്ത് കൊടുക്കില്ല എന്ന് പറയുകയാണ്. തുടർന്ന് പാർവതി വിഷമത്തോടെ ഇനി ഇവിടെ നിൽക്കുന്നില്ല പോവുകയാണ് എന്ന് വിഷമത്തോടെ പറഞ്ഞിട്ട് പാർവതി അവിടെ നിന്നും പോവുകയാണ്. ശേഷം അരുന്ധതി സന്തോഷത്തോടെ ലീലയോട് കഥ പറഞ്ഞിരിക്കുന്ന മഹേശ്വരിയെ കാണുന്നു. അത് കാണുന്ന അരുന്ധതി അവർ രണ്ടുപേരുടെയും പഴയ കാര്യങ്ങൾ ഓർമ്മിച്ച് വിഷമിച്ച് കരയുകയാണ്. അരുന്ധതി മഹേശ്വരിയെ ഫ്രണ്ടായി മാത്രമല്ല ഒരു സഹോദരിയെ പോലെയും അമ്മയെയും അച്ഛനെയും പോലെയുമാണ് കണ്ടിരുന്നത്. ആ കാര്യങ്ങളെല്ലാം ഓർമ്മിക്കുന്ന അരുന്ധതി മനസ്സിൽ വിഷമം തോന്നി കരയുന്നു. അടുത്ത സീനിൽ കുട്ടികൾ അച്ഛനെ ഇനി മുതൽ വിഷമിക്കാതെ നന്നായി പഠിക്കണം എന്നൊക്കെ പറയുകയാണ്. അതിൽ നിന്നെല്ലാം വിട്ടുമാറിയിരിക്കുന്ന അഞ്ജലി കെയർടേക്കറോട് പ്രതികാരം ചെയ്യാൻ കഴിഞ്ഞില്ല എന്ന് പറഞ്ഞ് വിഷമിച്ചിരിക്കുമ്പോൾ അവിടേക്ക് പാർവതി രാഘവനും വരുന്നു. പാർവതി പോകുന്നതിന് മുമ്പ് കുട്ടികളെ കാണാൻ വേണ്ടിയാണ് വന്നത്. പാർവതിയെ കാണുന്ന അഞ്ജലി പാർവതിയെ കളിയാക്കി സംസാരിക്കുകയാണ്. ആദ്യം പാർവതിയെ ഇന്റലിജന്റ് ആയി ബ്രില്യന്റ് ആയ നല്ലൊരു കെയർടേക്കറെ മിസ് ചെയ്യുന്നു എന്നൊക്കെ പുകഴ്ത്തി പറഞ്ഞിട്ട് അഞ്ജലി പാർവതിയോട് പ്രതികാരം ചെയ്യാൻ കഴിയാത്തതിൽ ഒത്തിരി വിഷമമുണ്ട് എന്നൊക്കെ പറയുകയാണ്. അതെല്ലാം കേൾക്കുന്ന പാർവതി വിഷമത്തോടെ പാർവതി രാഘവും അവിടെ നിന്നും പോകുന്ന വഴി പാർവതിയെ കാണുന്ന മഹേശ്വരി പാർവതിയോട് വിഷമത്തോടെ സംസാരിക്കുകയാണ്. തുടർന്ന് പാർവതി മഹേന്ദ്രന്റെ അച്ഛനോടും അമ്മയോടും പോകുന്ന കാര്യം പറയാൻ വേണ്ടി പോകുമ്പോൾ അവർ പാർവതിയോട് മഹേന്ദ്രനോട് ദേഷ്യമൊന്നും തോന്നരുതെന്നും വിഷമിക്കരുതെന്നും പറയുകയാണ്. അത് കേൾക്കുന്ന പാർവതി അവരുടെ രണ്ടുപേരുടെയും കാല് തൊട്ട് തൊഴുതിട്ട് അവിടെ നിന്നും പോകുന്നു. മറുവശത്ത് മോതിരമില്ലാത്തത് കൊണ്ട് യമലോകത്ത് പോകാൻ കഴിയാതെ വിഷമിച്ചിരിക്കുകയാണ് ഗുപ്തൻ. യമരാജൻ എന്റെ ഭൂമിയിലെ അവസ്ഥ അറിഞ്ഞാൽ യമരാജൻ എന്റെ കഴുത്തറുത്ത് കൊല്ലുമെന്ന് പറയുകയാണ്. ആ സമയം ഗുപ്തന്റെ അടുത്ത് വരുന്ന അരുന്ധതി മഹേശ്വരി ചതിച്ചത് അറിഞ്ഞ കാര്യവും പാർവതിയും മഹേന്ദ്രനും തമ്മിൽ വഴക്കുണ്ടായ കാര്യങ്ങളും പറഞ്ഞിട്ട് ഞാൻ എന്ത് തെറ്റ് ചെയ്തിട്ടാണ് എനിക്ക് ഇങ്ങനെ ഒരു ശിക്ഷ തന്നതെന്ന് ചോദിക്കുകയാണ്. പാർവതി പോയാൽ മഹേശ്വരി കുട്ടികളെ ടോർച്ചർ ചെയ്യുമെന്നും പറയുകയാണ്. അതെല്ലാം കേൾക്കുന്ന ഗുപ്തൻ മോതിരം കളഞ്ഞു പോയതിന്റെ വിഷമം പറയുന്നു. ഗുപ്തൻ അരുന്ധതിയോട് ആരാണ് മോതിരം എടുത്തതെന്ന് അറിയാമെന്ന് പറയുമ്പോൾ അത് കേൾക്കുന്ന അരുന്ധതി എന്നെ ഗുപ്തന് ഡൗട്ട് ഉണ്ടോ എന്ന് ചോദിക്കുകയാണ്. അത് കേൾക്കുന്ന ഗുപ്തൻ ഒരിക്കലും അരുന്ധതിയെ ഡൗട്ട് തോന്നിയിട്ടില്ല എന്ന് പറയുകയാണ്. അത് കേൾക്കുന്ന അരുന്ധതി എങ്ങനെ പാർവതി ഇവിടെ നിന്നും പോകുന്നതിൽ നിന്നും തടയുമെന്ന് പറയുകയാണ്. കുറച്ച് കഴിഞ്ഞ് ഒരു ഐഡിയ കിട്ടി എന്ന് പറഞ്ഞ് അരുന്ധതി അവിടെ നിന്നും പോകുന്നു. നെക്സ്റ്റ് എപ്പിസോഡുമായി നെക്സ്റ്റ് ഡേ കാണാം. ബൈ.